ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ 5ാമത്തെ ദിവസമാണ്. നമ്മൾ ഈ 4 ദിവസം കണ്ടുകൊണ്ടിരുന്നത് എന്തുവാ, ഈ ഫോർട്ടുകളും അങ്ങനത്തെ ഒരു സൈഡ് ഓഫ് ഹൈദരാബാദാണ്. അപ്പോൾ നമ്മൾ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈടെക് സിറ്റി കാണാൻ വേണ്ടി വന്നേക്കാണ്. അതിനകത്ത് തന്നെ നമ്മൾ ഇന്ന് ഹൈടെക് സിറ്റിക്ക് അകത്തുള്ളൊരു പാർക്കിലാണ് വന്നേക്കുന്നത്. അപ്പം അത് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങോട്ട് വന്ന റോഡും വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. അപ്പോഴത്തേക്ക് നമ്മൾ പാർക്കിനകത്തോട്ട് കയറാം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദ്. റോഡൊക്കെ കണ്ടില്ലേ, നമ്മളുടെ ചണ്ഡീഗഡിലൊക്കെ പോകുമ്പോഴത്തേക്കാണെന്ന് പോലെ ഫുള്ള് പ്ലാൻഡ് ആയിട്ട് വെച്ചേക്കുക. ഇത് നേരെ എയർപോർട്ടിൽ കയറി പോകും, പിന്നെ നേരെ ഔട്ടർ റിംഗ് റോഡ് കയറിയിട്ട് ഹൈടെക് സിറ്റിയിലോട്ട് പോകുന്ന റോഡല്ലേ ഇത്. റോഡിൻ്റെ ഒക്കെ ഭംഗിയൊന്നുമില്ല, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേക്കുക. കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡാന്ന് പറയത്തില്ല, കാരണം മരങ്ങളൊക്കെ ഉണ്ട് എന്തിരിക്കുന്നത്. ഫോറിൻ രാജ്യത്ത് വിദേശ രാജ്യത്ത് പോകണത് നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ കാണല്ലോ, വിദേശ രാജ്യത്തോടൊക്കെ പോകുന്ന റോഡുകൾ അതുപോലെ ഇരിക്കുന്നു, കറക്റ്റ് അതുപോലെ. അതുകൊണ്ട് ആ കാണുന്നതാണ് ഹൈദരാബാദ് എയർപോർട്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ റോഡ് കിടക്കുന്നുണ്ടോ, വളഞ്ഞും കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോൾ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ റിംഗ് റോഡിലോട്ട് ഇപ്പോൾ കയറിയതുള്ളൂ. ആ ഒരു എയർപോർട്ട് റോഡ് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ റിംഗ് റോഡിലോട്ട് കയറുക. കണ്ടോ അവിടുത്തെ റോഡ് കണ്ടില്ലേ. ഈ ഒരു ഔട്ടർ റിംഗ് റോഡിൽ കയറി. ഔട്ടർ റിംഗ് റോഡിൽ കയറി പോകണ്ട, എത്ര വരിയെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5. ഒരു സൈഡിൽ 5 ലൈൻ അല്ലേ, മൊത്തം 10 ലൈൻ ട്രാക്ക്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്ര ഇതിനകത്ത് വരുന്നത്? 280, 120. ഏറ്റവും അങ്ങോട്ടുള്ള ഹൈ സ്പീഡ് 120, പിന്നെ 100, പിന്നെ ബാക്കി വരുന്ന 2 80. അതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, റോഡിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. 2 80, 2 120, പിന്നെ അപ്പുറത്ത് മറ്റേ സർവീസ് ആയിട്ടുള്ള ഒരു ചെറിയ റോഡും. ട്രാക്ക് മാറാൻ വേണ്ടിയിട്ടും മറ്റേ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണോ. മൊത്തം 10 ലൈൻ ട്രാക്കാണ്. ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം ഷടയെന്നും പറഞ്ഞു. എത്ര ബിൽഡിംഗ് നോക്കി. അതുകൊണ്ട് ഈ സൈഡിൽ തന്നെ ഇപ്പൊ ഒരു 5 എണ്ണം പണി നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ടാകും, ഇപ്പുറത്ത് ഒരു 4-5 എണ്ണം, 5 എണ്ണം, ഇവിടെ ഒരു 5 എണ്ണം ഒരേപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഈ സൈഡിൽ എല്ലാം 25 മിനിമം അല്ലേ, മിനിമം 25 ഇട്ടെങ്കിലും ഇത്രയും ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് മാത്രം അവിടെ ഒരു ഇച്ചിരി റെസിഡൻഷ്യൽ ഏരിയ അല്ലേ. ഇതൊക്കെ പണ്ടത്തെ തോന്നുന്നത്, ഇനി അതും മാറി വരും. ഇതുണ്ടോ, നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ഹൈദരാബാദ് അല്ല, ഇതാണ് ഹൈടെക് സിറ്റി, ഇതാണ് റിയൽ ഹൈദരാബാദ്. കേട്ടോ എന്തോരം ബിൽഡിംഗ് നോക്കി, വീണ്ടും എത്ര എണ്ണം പണി നടക്കുന്നു നോക്കി. ഇതെല്ലാം പഴയ വീടുകളൊക്കെയാണ്, അതെല്ലാം ഇനി മാറ്റി വരുമായിരിക്കും. ഇതെല്ലാം ഒഴിവാക്കി ഇനി പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ കണ്ടില്ലേ, എവിടെ നോക്കിയാലും ഭീമാകാരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, എല്ലാം വലിയ കമ്പനികളും അങ്ങനത്തെ എല്ലാം എക്യുപ്പേഡ് ആണ്ടോ. കുറേയൊക്കെ ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ പണി കഴിഞ്ഞ് കിടക്കുന്ന, ലീസിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. അവിടെ കണ്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എക്യുപ്പേഡ് ആയിട്ടുള്ളതാണ്ടോ, മേളിൽ ബ്രാൻഡൊക്കെ ചെയ്തേക്കുന്നുണ്ടോ. നമ്മൾ സിറ്റിയിൽ കയറിയപ്പോൾ ഉള്ള തിരക്ക് കണ്ടോ. ഇനി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി കണ്ടോ 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷെ ടൈം കണ്ടോ 12 മിനിറ്റ് ഉണ്ട്. 12 മിനിറ്റ് എടുക്കും ഇനി ഈ ട്രാഫിക് മൊത്തം. ആകെ 1.5 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ ട്രാഫിക് കണ്ടോ അനങ്ങുന്നില്ല. ഫുള്ള് ഓഫീസ് വിട്ട ടൈമും കൂടെ ആയതുകൊണ്ട് മൊത്തം ബ്ലോക്കാണ്. കേട്ടോ 5 ലൈൻ ഉണ്ട്, പക്ഷേ 5 ലൈൻ ഉണ്ടായിട്ടും കണ്ട കാര്യമില്ല. ഇവിടെ 5 ലൈൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം വരില്ല. നമ്മൾ വന്ന ഒരു എക്സ്പ്രസ് ആയി ആ റിംഗ് റോഡിൽ നമ്മൾ ഇറങ്ങി. ഇതിപ്പോൾ ഹൈടെക് സിറ്റിയുടെ അകത്തൂടെ ഉള്ള റോഡാണ്, സാധാ നോർമൽ റോഡാണ്. പക്ഷെ 5 വരിയുണ്ട്. എന്തെങ്കിലും കണ്ടില്ലേ, ട്രാഫിക് ഉണ്ടോ, ഫുൾ ട്രാഫിക്കാണ്. പിന്നെ ഈ ഓഫീസ് വിട്ടത് കാരണം ബൈക്കുകാരും എല്ലാം മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക, അനങ്ങുന്നില്ല. ഉണ്ടോ നമ്മളിങ്ങോട്ട് വന്ന റോഡൊക്കെ കണ്ടില്ല, അടിപൊളിയല്ലേ. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ദ റിയൽ ഹൈദരാബാദ് എന്ന് പറയുന്നത്, ഫുള്ള് ഹൈടെക് ആയിട്ടുള്ള ഹൈദരാബാദ്. അപ്പോൾ നമ്മൾ ഇതിന് നടുക്കുള്ളൊരു പാർക്കിലാണ് വന്നേക്കുന്നത്. കണ്ടോ ശില്പാരാമം എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇതൊന്നും ഹൈടെക് സിറ്റി ഉണ്ടോ. ഈ ഒരു സിറ്റീൻ്റെ നടുക്കായിട്ടുള്ള എല്ലാവരും റിലാക്സിങ് ആയിട്ടൊക്കെ വരുന്ന, റിലാക്സേഷനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഓഫീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവരതിൽ നിന്നൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് തന്നെ കണ്ടില്ലേ, 2 സൈഡിലും കുതിരപ്പുറത്ത് ഒരാളൊക്കെ ഇരിക്കുന്ന പോലത്തെ. കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. മൊത്തം കുറേ വർക്കും ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു രാജസ്ഥാനി ടച്ചൊക്കെ തോന്നില്ലേ, ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതുപോലെ തോന്നുന്നില്ലേ. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രൻസിന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാം.
നമ്മൾ ഈ ഒരു പാർക്കിനകത്ത് കയറിയുണ്ട്. ഇതായിരുന്നു അതിൻ്റെ ഒരു എൻട്രൻസ്. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പാർക്കിനകത്ത് കയറി. ഇത് മൊത്തം ഇല്ല ഷോപ്പുകളല്ലേ ഫുള്ള് പാർക്കിൽ. ഈ സൈഡിലോട്ട് പാർക്ക്, ഈ സൈഡിലോട്ട് ഷോപ്പ്. നമുക്ക് പാർക്കിലോട്ട് ആദ്യം പോവാം, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഇരുട്ടൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് ആദ്യം പാർക്കിൻ്റെ സൈഡിലോട്ടൊന്ന് പോയി കാണാം. കണ്ട് ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. കണ്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലോട്ട് പാർക്കും, ഇങ്ങോട്ട് ഷോപ്പിംഗ് സ്ട്രീറ്റുകളും മറ്റേ ക്രാഫ്റ്റ് വർക്കൊക്കെ സെല് ചെയ്യാൻ വെക്കുന്നതും അങ്ങനത്തെ കുറേ ഇതൊക്കെ ആ ഒരു ഭാഗത്ത്. നമുക്ക് നേരെ ഇങ്ങോട്ട് പാർക്കിനകത്തോട്ടൊന്ന് പോയിട്ട് വരാം. നമുക്കൊരു ഇത് മൊത്തം കണ്ടു വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 1-2 മണിക്കൂർ വരും. കാരണം വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. ഇത് ഈ സിറ്റിക്ക് സെൻട്രലായിട്ടുള്ളതാണ്. ഈ ആൾക്കാരൊക്കെ ഈ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നൊരു സ്പേസാണ്. ആ ഒരു ശില്പാരാമം എന്ന് പറയുന്നൊരു പേരില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് മൊത്തം ഈ ഒരു ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക്, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ കാണും ഇതുപോലത്തെ ഓരോ ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ആ അപ്പുറത്ത് കാണുന്നത്, അതുപോലത്തേക്ക് സംഭവങ്ങൾ സെയിൽ ചെയ്യുന്നതും പിന്നെ ഈ മറ്റേ ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള സംഭവങ്ങളും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാർക്കാണ് ഇതെന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഒരു ക്രാഫ്റ്റ് വില്ലേജാണ് ഇതിനകത്ത്. ഫുള്ള് ക്രാഫ്റ്റ് ഐറ്റംസ്, ഈ പോട്രി ഐറ്റംസൊക്കെ മൊത്തം ഉണ്ട്. ഇവിടെ ഉണ്ട് കഥകളിയുടെയൊക്കെ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പഴയ ആൻറ്റിക് സാധനങ്ങളൊക്കെ ഇതിനകത്തെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഫുള്ള് കണ്ടോ പഴയ സാധനങ്ങൾ. ഇവിടെ ഫുള്ള് ഇതുപോലത്തെ ഉണ്ടോ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. പണ്ടത്തെ ആൾക്കാരെങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മോഡലും സംഭവങ്ങളൊക്കെ ഡെമോ വെച്ചേക്കുക. ബ്ലാക്ക് സ്മിത്ത് അറ്റ് വർക്ക്. ഇതൊരു വില്ലേജിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇവിടെ കണ്ടില്ലേ, ഇതൊരു വില്ലേജിൻ്റെ ജസ്റ്റ് എക്സാമ്പിളാണ്. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ഈ ഒരു ക്രാഫ്റ്റ് വില്ലേജ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ളതുണ്ട്. ഇവിടെ കണ്ടില്ലേ ഓരോ വീടുകളൊക്കെ ചെയ്ത് വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ ഇരുന്ന് ഓരോന്നും ചെയ്യുന്നുണ്ട്. ഇത് ബ്രാസ് മേക്കിംഗ് ആണ്, ബ്രാസൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോന്നിങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കും. ഇത് വേറൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ കോലമൊക്കെ കണ്ടില്ലേ, പണ്ടത്തെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ കോലം ഇടത്തില്ല, അതുപോലെ ഉണ്ടാ. നമ്മൾ കാണാൻ പോകുന്നത് കുറേ ഷോപ്പുകളാണ് കേട്ടോ. ക്രാഫ്റ്റ് ഷോപ്പുകളും അതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുകളാണ്. ഇതൊക്കെ കണ്ടില്ലേ ഡ്രസ്സുകളുടെ ഷോപ്പ്. ഇതൊക്കെ കുറേ ജ്വല്ലറി ഐറ്റംസൊക്കെ മൊത്തം ഉണ്ടോ, ഫാൻസി ഐറ്റംസും കുറേ മുത്തുമാലകളും കമ്മലും. ഇതെല്ലാം ഇവർ ഉണ്ടാക്കി ഇവിടെ വിൽക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കണ്ടോ നൂലൊക്കെ വെച്ച് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ഇവർ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പുകളും. ഇവിടെ ഫുള്ള് ഷോപ്പിങ്ങിൻ്റെ ഓരോ ഹാൻഡ് മെയ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളുടെ ഷോപ്പുകളൊക്കെ. ബാഗുകളൊക്കെ കണ്ടില്ലേ, ലേഡീസ് ബാഗ്സൊക്കെ കണ്ടില്ലേ, എല്ലാം പല ഡിസൈൻസ് എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സാധനങ്ങളാണ്. ഇതുണ്ടോ ശില്പങ്ങളൊക്കെ വിൽക്കുന്ന അവിടെ ഉണ്ടോ, എന്തോരോ നോക്കി. ഇവിടെ എല്ലാം ഫുള്ള് ഇതുപോലത്തെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസും അവിടെ ഉണ്ടല്ലോ. അങ്ങോട്ടെല്ലാം കണ്ടില്ല, ഇതെല്ലാം കാർപ്പറ്റിൻ്റെയൊക്കെ കാർപ്പറ്റ്, പിന്നെ ജൂട്ടിൻ്റെ ഓരോ മെറ്റീരിയൽസ്, പിന്നെ അവിടെയൊക്കെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഗുജറാത്തി സ്റ്റൈൽ ഡിസൈനിലൊക്കെ ഉള്ള ക്ലോത്തിങ്ങും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെയൊക്കെ. ഇതുണ്ടാവും ഇതെല്ലാം ക്ലോക്കൊക്കെ കണ്ടില്ലേ. ഈ ഷോപ്പൊന്നും എത്ര ഉണ്ടാവാലും തീരത്തില്ല. ഈ ഏരിയ ഫുള്ള് ഷോപ്പുകളാണ്, മൊത്തം ഷോപ്പുകളാണ് ഒരേപോലത്തൊക്കെ തന്നെ ഏകദേശമൊക്കെ കണ്ടോ. മൊത്തം കണ്ടാലും തീരത്തില്ല. ഓരോന്നിലും ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. നമ്മൾ ഹൈദരാബാദിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് മഴ പെയ്യുന്നു അല്ലേ. നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഒരു മഴയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടിപ്പം സമയം 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു വന്നപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ 4-5 ദിവസം ഇവിടെ വന്നിട്ട്, ഇന്ന് 5ാമത്തെ ദിവസം. ഇന്നാ മഴയാണ്. ഇത്രയും ദിവസം മൂടിക്കെട്ടി കിടപ്പുണ്ടായിരുന്നു അല്ലേ? അവിടെ പോയിരിക്കാം. നമുക്ക് മൂടി നിൽപ്പുണ്ടായിരുന്നു, ഇത്രയും ദിവസം മൂടി നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് മഴ പെയ്തുണ്ട്. ഹൈദരാബാദ് ഇന്ന് രാവിലെ മഴ പെയ്തപ്പോഴത്തേക്കുണ്ട് മറ്റേ വണ്ടിയൊക്കെ കാണുമായിരുന്നു. വണ്ടിയിലെല്ലാം ഇങ്ങനെ പൊടി, അതായത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള പൊടിയുണ്ടല്ലോ കുറേ. ഇവിടെ ഇങ്ങനെ എപ്പോഴും മഴ പെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ഈ പൊടിയെല്ലാം ഈ മഴയുടെ വെള്ളത്തിൻ്റെ കൂടെ വന്ന് വേണ്ടി കാറിൻ്റെ മുകളിലെല്ലാം ഫുള്ള് ചെളിയുടെ പാടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഫുള്ള് മഴ. അതുകൊണ്ട് മഴയായിട്ട് ആൾക്കാരെല്ലാം കയറിയിരിക്കുന്നുണ്ട്, ഇതിനകത്തെല്ലാം കയറിയിരിക്കുന്നു. ചെറിയ ചാറ്റലേ ഉള്ളൂ, രാവിലെ തൊട്ട് ചെറിയ ചാറ്റലുണ്ടായിരുന്നു. ഇപ്പം ഇച്ചിക്കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. ഉണ്ട് ഇവിടെ എല്ലാ ഷോപ്പുകളിലെല്ലാം ആളുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. വൈകുന്നേരം ആയത് കാരണം പാർക്കിലൊക്കെ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ശില്പാരാമം പാർക്കിൽ നിന്ന് ഇറങ്ങി. അടിപൊളിയായിരുന്നു. കുറേ ക്രാഫ്റ്റ് ഐറ്റംസ്, അതിൻ്റെ കുറേ ഡെമോൺസ്ട്രേഷനൊക്കെ കേട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ തന്നെ മഴയൊക്കെ കൊന്നിങ്ങനെ കിടക്കും. സിറ്റിയിലെ തിരക്ക് കണ്ടോ? അപ്പോൾ നമ്മൾ സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇനി പ്രത്യേകിച്ച് തന്നെ നമ്മൾ സിറ്റിയിലെ നൈറ്റ് വ്യൂ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക. മഴയൊക്കെ തോന്നിങ്ങനെ നിൽക്കും. ആൾക്കാരെല്ലാം ഇപ്പോഴേ പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും ഇവിടെ ഷെയ്ഡ് നോക്കി നിൽക്കുമായിരുന്നു. എന്നാലും തിരക്കിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലൈറ്റൊക്കെ ഇട്ട് ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സിറ്റിയിലെല്ലാം നല്ല രസമായിരിക്കും കാണാൻ. ഈ ലൈറ്റും ഈ മറ്റേ പാലങ്ങളിലെല്ലാം ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ അടിപൊളിയായിരിക്കും. രാത്രിയിലത്തെ നൈറ്റ് വ്യൂ കാണാൻ നല്ലതാണ്. അപ്പോൾ നമുക്കിനി അത് കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്തോരം തിരക്കെന്ന് നോക്കിയാൽ ഫുള്ളും ഈ ഓഫീസെല്ലാം വിട്ടിട്ട് ഭയങ്കര തിരക്കായിട്ട് കിടക്കുക. നമ്മളിവിടെ ഒരു കേബിൾ ബ്രിഡ്ജ് കാണാനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു 3-4 കിലോമീറ്റർ കൂടെ ഉണ്ട്. പക്ഷേ നല്ല ബ്ലോക്കുണ്ട്, ഫുള്ള് തിരക്കും. ഇതെല്ലാം IT കമ്പനികളല്ല, ഓരോ IT കമ്പനികളാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് ഈ വണ്ടികളെല്ലാം ഇറങ്ങി റോഡിലോട്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ളും. അപ്പോൾ നമ്മൾ ആ ഒരു കേബിൾ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാ ദുർഗം ചെരുവ് അല്ലേ? ദുർഗം ചെരുവ് കേബിൾ ബ്രിഡ്ജ് കാണാനാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിറ്റീൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂവും ഈ മറ്റേ റോഡ് നെറ്റ്വർക്കൊക്കെ ഇല്ലേ, അതൊക്കെ കാണാൻ പറ്റും നല്ല രീതിക്ക്. ഈ ട്രാഫിക് ഈ വണ്ടിയിലൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ എൻ്റെ അമ്മോ, ലൈറ്റൊക്കെ ഇട്ട് എന്ത് രസമെന്ന് നോക്കിയാൽ കാണാം. ഈ സിറ്റി തന്നെ മൊത്തത്തിൽ കാണാനുള്ള ഒരു ഭംഗി തന്നെ നോക്കി. ഇത്രയും തിരക്കുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ഒട്ടും ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഫുള്ള് ബോറടി എന്ന് പറയുന്നൊരു സാധനമില്ല. നമ്മളിത്തിരി തിരക്കി കിടന്നാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടേ നമ്മളിൽ ഏതാണ്ട് വിദേശ രാജ്യത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. ഫുൾ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ IT പാർക്കുകളൊക്കെ ഇതല്ല, ഈ കാണുന്ന എല്ലാ IT ബിൽഡിങ്ങുകളൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ, ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് റോഡിലൊക്കെ കണ്ടോ. റോഡിലെ സൈഡിലൊന്നും വേസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ക ഒരു ഇത് ഹൈടെക് സിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ അത് കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ. കണ്ടോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, സൈഡിൽ സർവീസ് റോഡൊക്കെ ഉണ്ട്, എങ്കിലും നല്ല തിരക്ക് ഈ ഒരു നേരത്തായതുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് വന്നാൽ ഈ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ വൈകിട്ടത്തെ വീഡിയോകളൊക്കെ കണ്ടില്ലേ, വൈകിട്ടത്തിലൊന്നും ഇത്ര ഒരു ഇത് കാണത്തില്ല. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ മൊത്തം ഈ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു സിറ്റീൻ്റെ ഒരു ഭംഗി വന്നത്. കണ്ടോ ഈ ഓരോ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയോ, മൊത്തത്തിൽ കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഇതാണ് ദുർഗം ചെരുവ് ഹാങ്ങിങ് ബ്രിഡ്ജ്. കേട്ടോ, അത് കേബിൾ ബ്രിഡ്ജ് എന്നും പറയാം, ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയും. കേട്ടോ, ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നമ്മൾ ആ സിറ്റിയുടെ അവിടെ നിന്ന് ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് കാണാൻ. നമുക്കിവിടെ വണ്ടി നിർത്താനൊന്നും പറ്റത്തില്ല കേട്ടോ, പക്ഷേ ഇതിൻ്റെ വ്യൂ നല്ലതാണ്. എന്ത് രസം നോക്കിയാൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇട്ടേക്കുക. ഈ ഒരു ബ്രിഡ്ജിൽ നിന്നിട്ടുള്ള ഈ സിറ്റീൻ്റെ വ്യൂ ഉണ്ടോ, അയ്യോ എൻ്റെ മോനെ അടിപൊളിയല്ലേ. ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പായിട്ട് നല്ല രസം. തിരക്കൊക്കെ ഉണ്ട്, നല്ല നോയ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മഴ പെയ്യുന്നതിനെ കൊണ്ടാണ്. നമ്മൾ ഗ്ലാസ് താത്തിട്ടേക്കോ, ഗ്ലാസ് താത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളും ഒന്നും കാണുന്നില്ല. ഗ്ലാസ് താത്തിട്ടേക്കൊണ്ട് ഇച്ചിരി നോയ്സ് കാണും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് ആ മൊത്തം ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. നമ്മൾ സിറ്റിയിലെ ട്രാഫിക്കിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ സിറ്റി കാണാൻ പോയതാണ്. 2-3 മണിക്കൂർ ട്രാഫിക്കായിരുന്നു. ഇപ്പം 10 മണി സമയമായി. നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോവാം. ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ ഹൈടെക് സിറ്റിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം തൊട്ട് പിന്നെ ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ അത് കണക്ക് തന്നെ നമുക്കൊന്ന്
കറക്റ്റ് വഴി മനസ്സിലാവത്തില്ല. അപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് കണ്ടിന്യൂ ചെയ്യാനേ മാർഗ്ഗമുള്ളൂ. കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചുറ്റിക്കറങ്ങി തിരിച്ചോണം. അങ്ങനെ കുറേ അടുത്ത് നമ്മൾ പെട്ടുപോയി. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടോ, ഇവിടെ റെസ്റ്റോറൻറ്റിൽ തന്നെ പ്ലേ ഏരിയ എല്ലാം ഉണ്ട് കേട്ടോ. കിഡ്സിന് പ്ലേ ഏരിയ, പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അവിടെ ഗെയിംസിനുള്ള ഏരിയ, എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ സഫ്രാനി ബിരിയാണി എത്തി. ഇതിൻ്റെ ഇത് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. രണ്ടുപേരുടെ ഇത് തീരുമെന്ന് തന്നെ ഡൗട്ട് ഉണ്ടല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കൊള്ളാൻ തോന്നുന്നു. ഇത് ചിക്കനാണ്, ചിക്കൻ സഫ്രാനി ബിരിയാണി. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് അല്ലേ, നല്ല മണമുണ്ട്. നമ്മൾ ഇത്രയും ദിവസം കഴിച്ച ആ ഒരു ബിരിയാണി, ആ മന്തി, ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്മെല്ലല്ല, വേറൊരു സ്മെല്ലല്ലേ സഫ്രാനി ബിരിയാണി. അപ്പോൾ അതിന് വേറൊരു മസാല. നമ്മൾ ഇത്രയും ദിവസം കഴിച്ചാൽ മന്തിക്കും മറ്റേ റൈസ് വാങ്ങി അതിനെല്ലാം ഒരേ ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് തന്നെ ഒരു വ്യത്യാസമുണ്ട് അല്ലേ, നല്ലൊരു കിടിലൊരു സ്മെല്ലുണ്ട് ഇതിന്. അപ്പോൾ എങ്ങനെയുണ്ട്, കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇവിടെ എല്ലാം ബിരിയാണിയോടെ നമ്മളവിടെ സലാഡ് വരത്തില്ല, അതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു തൈരും പിന്നെ പ്രത്യേക ഇതുപോലെ ഒണിയൻ കട്ട് ചെയ്തത്, പിന്നെ ഒരു കറി പോലത്തെ ഒരു സാധനം കേട്ടോ, ഇതൊരു സോസ് പോലത്തെ സാധനമാണ്. ഇതെന്താ ഇത്രയാണ് ഈ ബിരിയാണിയുടെ കൂടെ ആയാലും മന്തിയുടെ കൂടെ ആയാലും എല്ലാം ഇത്ര ഈ ഒരു 3 സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കാണും. പീസൊക്കെ കണ്ടോ, ലെഗ് പീസ്. നല്ല അടിപൊളി ടേസ്റ്റ്. അതുകൊണ്ട് ഭയങ്കര സ്പൈസി അല്ല, എന്നാൽ ലൈറ്റായിട്ടുള്ള ഒരു സ്പൈസും പിന്നെ ഒരു വേറൊരു ടേസ്റ്റ്. അതെന്തിൻ്റെയാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കനൊക്കെ കണ്ടില്ലേ, നല്ല കിഡിലുമായിട്ട് കുക്ക്ഡായിട്ട് അകത്തൊക്കെ കണ്ടില്ലേ, അകത്തുൾപ്പെടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി. എന്തായാലും നല്ല ടേസ്റ്റ് കൊള്ളാം. നമ്മൾ മുമ്പ് കഴിച്ച ബിരിയാണി മന്തിനേക്കാളുള്ള വെറൈറ്റി ഒരു ടേസ്റ്റ് കൊള്ളാം. എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ബിരിയാണിയായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് കഴിച്ച ഏറ്റവും നല്ലൊരു ബിരിയാണി എന്ന് പറയാം. നല്ലൊരു ടേസ്റ്റും നല്ല മസാല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹൈടെക് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നൈറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാം ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതെല്ലാം കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പം ഇനിയും പുതിയ കാഴ്ചകളായിട്ട്, പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.